പലരും പറയുന്നത് ചെന്താമരയുടെ പിന്നിൽ ചെങ്കൊടി ഉണ്ടെന്നാണ്. ചെങ്കൊടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ എനിക്കൊരു ആദ്യത്തെ ഒരു എൻക്വയറിയിൽ അങ്ങനെ ഒരു കാര്യം കണ്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, പിണറായി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ക്രിമിനൽ കൈകാര്യം ചെയ്യുന്ന നയം, അല്ലെങ്കിൽ പോലീസ് നയം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എടുക്കുന്ന നയം, ഇതൊന്നും നമ്മുടെ ജുഡീഷ്യറിയുടെ ശരിയായ പോക്കിന് ചേർന്നതല്ല എന്ന് ചെറിയ വക്കീലൂടെയായ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. കാരണം ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ഈ പറയുന്ന രാമസിംഹനോ രാജസിംഹനോ എന്തായാലും മഹേന്ദ്രസിംഹൻ, ആ സിംഹൻ്റെ പിടിപ്പുകേടാണ് ഇതിനെല്ലാത്തിനും കാരണം. ശരിക്കും ഈ കൊലയാളി, ഈ സൈക്കോ കില്ലർ തൻ്റെ വീടിനടുത്ത് വന്ന് താമസിക്കുകയാണ്. ഇയാൾ എനിക്കും മക്കൾക്കും ഭീഷണിയാണ് എന്നൊരു സാധുവായ പിതാവ് വന്ന് പറയുമ്പോൾ അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ നിൽക്കുകയാണ് ഈ വിദ്വാൻ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അന്നേരം തന്നെ സ്റ്റേഷൻ കസ്റ്റഡിയിലേക്ക് മാറ്റുകയും കോടതിയെ വിവരം ധരിപ്പിക്കുകയും ഇവനെ അവിടെ നിന്ന് നേരെ സ്റ്റേഷനിൽ നിന്ന് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. ചെയ്തില്ല. എന്നിട്ട് വളരെ ലിബറലായി ചിന്തിച്ച് അദ്ദേഹത്തെ അങ്ങ് ജീവിക്കാൻ വിട്ടു. ആ തെറ്റിന് മാപ്പില്ല. ഇയാളെ ശരിക്കും പറഞ്ഞാൽ കൂട്ടുപ്രതിയാക്കേണ്ടതാണ്. ഇവിടെ ഉരുട്ടുകൊല കേസിൽ പണ്ട് ഭുവനേന്ദ്രൻ്റെ കേസുണ്ടല്ലോ, അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയായി വന്നു, ശിക്ഷിക്കപ്പെട്ടു. അപ്പം അതുപോലെ SHOയ്ക്ക് എതിരെ ഒരു കൊലക്കുറ്റത്തിൻ്റെ പ്രേരണയ്ക്കെങ്കിലുമുള്ള കാരണമാകുന്ന വിധത്തിലുള്ള ഒരു കേസ് ഫയൽ ചെയ്യേണ്ടതാണ്.